നമസ്കാരം. ക്ലാസ് റൂമിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 7ാം ക്ലാസ്സിലെ സയൻസിലെ 5ാമത്തെ യൂണിറ്റിൻ്റെ നോട്ട്സാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ 3ാമത്തെ പാർട്ട് വീഡിയോ ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ റെസ്പിറേഷൻ ഫുള്ള് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ 2 പാർട്ട് വീഡിയോസ് ആയിട്ട് നമ്മൾ ഡൈജഷൻ ഫുൾ നോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അടുത്ത റെസ്പിറേഷൻ എന്ന് പറഞ്ഞ പോർഷൻ അതാണ് ഫുൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ഇട്ടേക്കുന്നത്. 1ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയോളൂ. വൈ ആർ ഹ്യൂമൻസ് അൺഎബിൾ ടു ടേക്ക് ഓക്സിജൻ ഫ്രം വാട്ടർ ലൈക്ക് ഫിഷ്? ഫിഷിനെ പോലെ മനുഷ്യർക്ക് എന്തുകൊണ്ടാണ് വെള്ളത്തിൽ നിന്ന് ഓക്സിജൻ സ്വീകരിക്കാൻ കഴിയാത്തത്? എന്തുകൊണ്ടാ? ഫിഷസ് ഹാവ് ഗിൽസ് ബൈ വിച്ച് ദേ അബ്സോർബ് ഡിസോൾവ്ഡ് ഓക്സിജൻ ഫ്രം വാട്ടർ. ഫിഷിൻ്റെ ശ്വസിക്കുന്ന അവയവം ഏതാണ്? ഫിഷിൻ്റെ റെസ്പിറേറ്ററി ഓർഗൻ ഏതാണ്? ഗിൽസ് എന്നാണ് പറയുന്നത്. ചെകിളപ്പൂക്കളെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ചെകിള, അതാണ് ഫിഷിൻ്റെ റെസ്പിറേറ്ററി ഓർഗൻ എന്ന് പറയുന്നത്. മത്സ്യങ്ങളുടെ റെസ്പിറേറ്ററി ഓർഗൻ അല്ലെങ്കിൽ മത്സ്യങ്ങളുടെ ശ്വസന അവയവം ഏതാണ്? ഗിൽസ് എന്ന് പറയും. ഗിൽസ്, ചെകിള. അപ്പോൾ ഫിഷസ് ഹാവ് ഗിൽസ്. ഫിഷസിന് എന്തുണ്ട്? ഗിൽസ് ഉണ്ട്. ബൈ വിച്ച്, അതുപയോഗിച്ച് എന്ത് ചെയ്യുന്നു? ദേ അബ്സോർബ് ഡിസോൾവ്ഡ് ഓക്സിജൻ ഫ്രം വാട്ടർ. വാട്ടറിൽ ഡയറക്റ്റ് നമ്മൾ ഈ അന്തരീക്ഷത്തിൽ നിന്ന് ഓക്സിജൻ എടുക്കുന്നത് പോലെ വാട്ടറിൽ ഓക്സിജൻ എങ്ങനെയാണ് കിടക്കുന്നത്? ഡിസോൾവ് ആയിട്ടാണ്. വാട്ടറിൽ ഡിസോൾവ്ഡ് ആയിട്ടാണ് ഓക്സിജൻ കിടക്കുന്നത്. അപ്പോൾ ഈ ഗിൽസ് വഴിയാണ്, ഗിൽസിനെ ഉപയോഗിച്ചാണ് വെള്ളത്തിൽ ലയിച്ച് ചേർന്നിരിക്കുന്ന ഡിസോൾവ്ഡ് ആയിട്ടുള്ള ഓക്സിജൻ ഫിഷ് എടുക്കുന്നത്. ഹ്യൂമൻസ് ക്യാൻ ടേക്ക് ഓക്സിജൻ ഫ്രം വാട്ടർ. മനുഷ്യർക്കാണെങ്കിൽ വെള്ളത്തിലിറങ്ങിയാൽ അതിൽ നിന്ന് ഓക്സിജൻ എടുക്കാൻ കഴിയില്ല. ബിക്കോസ് വി ഡോണ്ട് ഹാവ് ഗിൽസ്. എന്തുകൊണ്ടാണെന്നാൽ നമുക്ക് എന്തില്ല? ഗിൽസ് ഇല്ല, അല്ലേ? അവർ ലങ്സ് ആർ ഡിസൈൻ ടു ടേക്ക് ഓക്സിജൻ ഫ്രം ദി എയർ. നമുക്ക് എന്താ ഉള്ളത്? നമ്മുടെ റെസ്പിറേറ്ററി ഓർഗൻ ഏതാണ്? ലങ്സ് ആണ്. നമ്മുടെ ലങ്സ് എന്ന് പറയുന്നത് ഡിസൈൻ ചെയ്തേക്കുന്നത് ടു ടേക്ക് ഓക്സിജൻ ഫ്രം ദ എയർ. എയറിൽ നിന്ന് ഓക്സിജൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ലങ്സ് ഡിസൈൻ ചെയ്തേക്കുന്നത്. വാട്ടറിൽ നിന്ന് ഓക്സിജൻ എടുക്കാനുള്ള ഒരു റെസ്പിറേറ്ററി ഓർഗനാണ് ആർക്ക് ഡിസൈൻ ചെയ്ത് കൊടുത്തേക്കുന്നത്? ദൈവം നമ്മുടെ മത്സ്യത്തിന് ഡിസൈൻ ചെയ്ത് കൊടുത്തേക്കുന്നത്. അതായതാണ്. അപ്പോൾ വിച്ച് ഈസ് ദ റെസ്പിറേറ്ററി ഓർഗൻ ഓഫ് ഫിഷ്? ഏതാണ്? ഗിൽസ്. റെസ്പിറേറ്ററി ഓർഗൻ ഓഫ് ഹ്യൂമൻസ് ആണെങ്കിൽ ലങ്സ്. ഇത്രേ ഉള്ളൂ കേട്ടോ. അടുത്തത് വാട്ട് ഈസ് ഇൻഹലേഷൻ ആൻഡ് എക്സ്ഹലേഷൻ? അതായത് നമ്മൾ ശ്വാസം വലിച്ചകത്തേക്ക് എടുക്കുന്നത് ഇൻഹലേഷൻ, ഉച്ഛ്വാസം. ഇനി പുറത്തോട്ട് വിടുന്നത് എക്സ്ഹലേഷൻ, നിശ്വാസം. അതെന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇൻഹലേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ടേക്കിംഗ് എയർ ഇൻ ടു ദ ലങ്സ്. എയറിനെ ടേക്ക് ചെയ്ത് എങ്ങോട്ട് കൊണ്ടുപോകുന്നത്? ലങ്സിൽ കൊണ്ടുവന്ന പ്രോസസ്സാണ് ഇൻഹലേഷൻ. ഇൻഹലേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ടേക്കിംഗ് എയർ ഇൻ ടു ദ ലങ്സ്. എയറിനെ ടേക്ക് ചെയ്ത്, എയറിനെ എടുത്ത് ഇങ്ങനെ വലിച്ചെടുത്തിട്ട് എവിടെ കൊണ്ടുപോകും? നമ്മുടെ ലങ്സിൽ കൊണ്ടുപോകുന്ന പ്രോസസ്സാണ് ഇൻഹലേഷൻ. ഇനി എക്സ്ഹലേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് മൂവ്മെൻറ്റ് ഓഫ് എയർ ഫ്രം ലങ്സ് ടു ഔട്ട്സൈഡ്. ലങ്സിൽ നിന്ന് എയറിനെ പുറത്തോട്ട് വിടുന്ന, അല്ലേ, ഔട്ട്സൈഡിലോട്ട് പുറത്തോട്ട് വിടുന്ന പ്രോസസ്സാണ് എക്സ്ഹലേഷൻ. എക്സ്ഹലേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് മൂവ്മെൻറ്റ് ഓഫ് എയർ. എയറിൻ്റെ മൂവ്മെൻറ്റ് എവിടെ നിന്ന് എങ്ങോട്ട്? ഫ്രം ലങ്സ് ടു ഔട്ട്സൈഡ്. ലങ്സിൽ നിന്ന് ഔട്ട്സൈഡിലോട്ട്, വെളിയിലോട്ടുള്ള, പുറത്തോട്ടുള്ള ഈ എയറിൻ്റെ മൂവ്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്സ്ഹലേഷൻ. അടുത്തത് റൈറ്റ് ദ ഫങ്ഷനിങ് ഓഫ് ഹ്യൂമൻ ലങ്സ്. മനുഷ്യൻ്റെ ശ്വാസകോശം ഉണ്ടല്ലോ, അതിൻ്റെ പ്രവർത്തനം, ഫങ്ഷനിങ് എങ്ങനെയാണെന്ന് നമ്മൾ എഴുതണം. നമുക്ക് എഴുതി നോക്കാം. നോക്കിയോളൂ. ഹ്യൂമൻ ലങ്സ് ആർ പ്ലേസ്ഡ് ഇൻ സ്പേസ് ഇൻസൈഡ് ദ ചെസ്റ്റ് കാൾഡ് തൊറാസിക് ക്യാവിറ്റി. നമ്മുടെ ചെസ്റ്റിൽ ഒരു സ്പേസ് ഉണ്ട്, അതിൻ്റെ പേരാണ് തൊറാസിക് ക്യാവിറ്റി. എന്താണ്? തൊറാസിക് ക്യാവിറ്റി. അപ്പോൾ അല്ലെങ്കിൽ ഔരസാശിയം എന്നും പറയും കേട്ടോ. അപ്പോൾ നമ്മുടെ ലങ്സ് എവിടെയാണ് ഇരിക്കുന്നത്? ചെസ്റ്റിൻ്റെ അകത്തുള്ള തൊറാസിക് ക്യാവിറ്റിയിലാണ് ഇരിക്കുന്നത്. ആണല്ലോ. ഹ്യൂമൻ ലങ്സ് എവിടെയാണ് പ്ലേസ് ചെയ്തേക്കുന്നത്? തൊറാസിക് ക്യാവിറ്റിയിൽ. ബിലോ ദ തൊറാസിക് ക്യാവിറ്റി ഈസ് ദ അബ്ഡോമൻ. ഈ തൊറാസിക് ക്യാവിറ്റിയുടെ താഴെയാണ് എന്ത്? അബ്ഡോമൻ, നമ്മുടെ ഉദരാശയം എന്ന് പറയും. അബ്ഡോമൻ. ഡയഫ്രം ഇസ് ദ മസ്കുലർ വാൾ ദാറ്റ് സെപ്പറേറ്റ്സ് ദ തൊറാസിക് ആൻഡ് അബ്ഡോമിനൽ ക്യാവിറ്റി. ഈ തൊറാസിക് ക്യാവിറ്റിയെയും അബ്ഡോമിനൽ ക്യാവിറ്റിയെയും പരസ്പരം വേർതിരിക്കുന്ന ഒരു മസ്കുലർ വാൾ, ഒരു മസിൽ കൊണ്ടുള്ളൊരു വാളാണ് എന്തെന്ന് പറയുന്നത്? ഡയഫ്രം. ഏതാണ്? ഡയഫ്രം. There are 2 lungs in the thoracic cavity. thoracic cavityയിൽ മൊത്തം 2 lungs ആണുള്ളത്. അപ്പോൾ നമ്മുടെ ഒരു മനുഷ്യന് എത്ര ലങ്സ് ഉണ്ട്? മൊത്തം 2 lungs ആണുള്ളത്. അപ്പോൾ ഈ ഒരു പോർഷനിൽ നിന്ന് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്? നമുക്ക് നോക്കാം. ഒന്നാമത്തെ, ഹ്യൂമൻ ലങ്സ് എവിടെയാണ് ഇരിക്കുന്നത്? അതിരിക്കുന്നത് തൊറാസിക് ക്യാവിറ്റിയിലാണ്. എവിടെയാണ്? തൊറാസിക് ക്യാവിറ്റി. തൊറാസിക് ക്യാവിറ്റിയുടെ താഴെ ഭാഗത്തുള്ള പോർഷൻ എന്താണ്? അബ്ഡോമിനൽ ക്യാവിറ്റി അല്ലെങ്കിൽ അബ്ഡോമൻ ആണ് നമ്മുടെ ഉദരാശയം. ദെൻ dash is the muscular wall that separate thoracic cavity and abdominal cavity. thoracic cavity abdominal cavity തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന മസ്കുലർ വാൾ എന്ന് പറയുന്ന പേര് ഡയഫ്രം. ഒരു ഹ്യൂമന് എത്ര ലങ്സ് ഉണ്ട്? there are 2 lungs
ഇൻ ദ thoracic cavity. thoracic cavityയിൽ ഒരു മനുഷ്യന് എത്ര ലങ്സ് ഉണ്ട്? there are 2 lungs, 2 ലങ്സ് ആണുള്ളത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. അല്ല, നമ്മൾ എന്താ പഠിക്കുന്നത്? റൈറ്റ് ദ ഫങ്ഷനിങ് ഓഫ് ദി ഹ്യൂമൻ ലങ്സ്. ഹ്യൂമൻ ലങ്സ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. അതിൻ്റെ ഫസ്റ്റ് പാരഗ്രാഫാണ് നമ്മൾ എഴുതിയേക്കുന്നത്. ഇനി സെക്കൻഡ് പാരഗ്രാഫിലോട്ട് പോവാം. ഈ കൊടുത്തിട്ടുള്ളത് നമ്മുടെ ഹ്യൂമൻ ലങ്സിൻ്റെ പാർട്ടാണ് കേട്ടോ. ഓരോ പാർട്ടും ഏതൊക്കെയാണ്? നോസ്ട്രിൽ ഉണ്ട്, ട്രക്കിയ ഉണ്ട്, ബ്രോങ്കായ് ഉണ്ട്, ബ്രോങ്കിയോൾ ഉണ്ട്, ആൽവിയോളൈ ഉണ്ട്, ഡയഫ്രം ഉണ്ട്. ഇത് ഓരോന്നും എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് പഠിക്കാം കേട്ടോ. The diaphragm and the muscles attached to the ribs play a role in the contraction and expansion of human lungs. നമ്മുടെ ഈ ഹ്യൂമൻ ലങ്സിലെ ഈ ഹ്യൂമൻ ലങ്സിൻ്റെ കോൺട്രാക്ഷനിലും എക്സ്പാൻഷനിലും സങ്കോചത്തിലും വികാസത്തിലും ഡയഫ്രത്തിനും പിന്നെ മസിൽസ് അറ്റാച്ച്ഡ് ടു ദ റിബ്സ് എന്ന് വെച്ചാൽ നമ്മുടെ വാരിയല്ലുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള മസിൽസിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോളുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. The diaphragm and the muscles attached to the ribs. ഡയഫ്രത്തിലും പിന്നെ റിബ്സുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള മസിൽസും പ്ലേ എ റോൾ, ഒരു റോളുണ്ട്. എന്ത് റോളാണുള്ളത്? ഇൻ ദ കോൺട്രാക്ഷൻ ആൻഡ് എക്സ്പാൻഷൻ ഓഫ് ഹ്യൂമൻ ലങ്സ്. ഹ്യൂമൻ ലങ്സിൻ്റെ കോൺട്രാക്ഷനിലും എക്സ്പാൻഷനിലും. നെക്സ്റ്റ്, ഡ്യൂറിങ് ഇൻഹലേഷൻ. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഇൻഹലേഷനിൽ എന്താണ് സംഭവിക്കണതെന്ന്. ഇൻഹലേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ശ്വാസം ഇങ്ങനെ അകത്തേക്ക് എടുക്കുന്ന പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത്? ഇൻഹലേഷൻ. അപ്പോൾ ഇൻഹലേഷനിൽ എന്താ സംഭവിക്കുന്നത്? ഡ്യൂറിങ് ഇൻഹലേഷൻ ദ ഡയഫ്രം കോൺട്രാക്ട്സ് ആൻഡ് ഫ്ലാറ്റൻസ്. ഈ ഇൻഹലേഷൻ സമയത്ത് ഡയഫ്രം എന്ത് ചെയ്യുന്നു? കോൺട്രാക്ട് ചെയ്യുന്നു. കോൺട്രാക്ട് ചെയ്യുന്ന വെച്ചാൽ ചുരുങ്ങുന്നു. ആൻഡ് ഫ്ലാറ്റൻസ് എന്ന് വെച്ചാൽ ഈ ഡയഫ്രം എന്ന് പറഞ്ഞാൽ ഒരു ബോ ഷേപ്പിലാണ് ഇരിക്കുന്നത്. ഒരുമാതിരി വളഞ്ഞിരിക്കുന്ന ഒരു മസിൽ വോളാണ്. അപ്പോൾ ഇതെന്ത് ചെയ്യുന്നു? ഇതിൻ്റെ വളവ് അല്പം നിവരുകയും ചെയ്യുന്നു. അതിങ്ങനെ വളഞ്ഞിരിക്കുന്ന ഡയഫ്രത്തിൻ്റെ വളവ് അല്പം നിവരുന്നു. ഇതാണ് ഇൻഹലേഷൻ സമയത്ത് ഡയഫ്രത്തിന് സംഭവിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ദിസ് ഇൻക്രീസസ് ദ വോളിയം ഓഫ് ദി thoracic cavity. അപ്പോൾ ഡയഫ്രം ഇങ്ങനെ ചെയ്യുമ്പോൾ thoracic cavity ഉണ്ടല്ലോ, thoracic cavityയിലാണ് നമ്മൾ 2 ലങ്സ് ഇരിക്കുന്നത്. ആ thoracic cavityയുടെ വോളിയം ഇൻക്രീസ് ചെയ്യുന്നു. thoracic cavityയുടെ വോളിയം ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? ദ അറ്റ്മോസ്ഫിയറിക് എയർ എൻറ്റേഴ്സ് ദ ലങ്സ് ആൻഡ് ദ ലങ്സ് എക്സ്പാൻഡ്. അപ്പോൾ പുറത്തു നിന്നുള്ള അറ്റ്മോസ്ഫിയറിക് എയർ ഉണ്ടല്ലോ, അറ്റ്മോസ്ഫിയറിക് എയർ എൻറ്റേഴ്സ് ദ ലങ്സ്, നമ്മുടെ ലങ്സിൽ എത്തിച്ചേരുന്നു. ആൻഡ് ദ ലങ്സ് എക്സ്പാൻഡ്. അപ്പോൾ ലങ്സ് എന്ത് ചെയ്യുന്നു? എക്സ്പാൻഡ് ചെയ്യുന്നു. ലങ്സ് വികസിക്കുന്നു. മനസ്സിലായോ? ഇത്രയാണ് ഇൻഹലേഷൻ സമയത്ത് നടക്കുന്നത്. മനസ്സിലായോ? ഇൻഹലേഷൻ സമയത്ത് എന്തൊക്കെയാണ് നടക്കുന്നതെന്ന്. ഒന്നാമത്തെ, ഡ്യൂറിങ് ഇൻഹലേഷൻ ഡയഫ്രം എന്ത് ചെയ്യുന്നു? കോൺട്രാക്ട്സ് ആൻഡ് ഫ്ലാറ്റൻസ്. കോൺട്രാക്ട് ചെയ്യുകയും ഫ്ലാറ്റൻ ചെയ്യുകയും ചെയ്യുന്നു. അതിനുശേഷം അപ്പോൾ അങ്ങനെ കോൺട്രാക്ട് ചെയ്യുകയും ഫ്ലാറ്റൻ ചെയ്യുകയും ചെയ്യുമ്പോൾ thoracic ക്യാവിറ്റിയിലെ വോളിയം ഇൻക്രീസ് ചെയ്യുന്നു. അപ്പം thoracic ക്യാവിറ്റിയിലെ വോളിയം ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? അറ്റ്മോസ്ഫിയറിക് എയർ എൻറ്റേഴ്സ് ഇൻ ടു ദ ലങ്സിൽ എൻ്റർ ചെയ്യുന്നു. ലങ്സ് എന്ത് ചെയ്യുന്നു? എക്സ്പാൻഡ് ആവുന്നു. ഓക്കെ. ഇനി ഡ്യൂറിങ് എക്സ്ഹലേഷൻ, അതായത് നിശ്വാസ സമയത്ത്, നമ്മുടെ വായുവിനെ പുറത്തേട്ട് വിടുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ. ദ ഡയഫ്രം റിലാക്സസ് and both the diaphragm and the lungs return to their previous positions and the air from the lungs moves out. അതായത് എക്സ്ഹലേഷൻ സമയത്ത് ദ ഡയഫ്രം റിലാക്സസ്. ഡയഫ്രം നേരത്തെ എന്ത് ചെയ്തു? കോൺട്രാക്ട് ചെയ്തു, സങ്കോചിച്ചു. ഇപ്പം എന്ത് ചെയ്യുന്നു? റിലാക്സ് ആവുന്നു. അത് നേരത്തെ ഇരുന്ന അതേ പൊസിഷനിലോട്ട് മാറുന്നു. ആൻഡ് ബോത്ത് ദ ഡയഫ്രം ആൻഡ് ദ ലങ്സ്. എന്നിട്ട് ലങ്സും അതുപോലെ ഡയഫ്രോം റിട്ടേൺ ടു ദയർ പ്രീവിയസ് പൊസിഷൻ, അതിൻ്റെ പ്രീവിയസ് പൊസിഷനിലോട്ട് മടങ്ങിപ്പോകുന്നു. അപ്പം അവിടെ എന്ത് ചെയ്യും? പ്രീവിയസ് പൊസിഷനിലോട്ട് ലങ്സും ഡയഫ്രോം മടങ്ങിപ്പോകുമ്പോൾ പിന്നെ എയറിന് അവിടെ നിൽക്കാൻ സ്ഥലമില്ല. അപ്പോൾ എയർ എന്ത് ചെയ്യുന്നു? മൂവ്സ് ഔട്ട്, പുറത്തോട്ട് പോകുന്നു. അപ്പോൾ എയർ, ലങ്സിൻ്റെ അകത്തുണ്ടായിരുന്ന എയർ പുറത്തേക്ക് പോകുന്നു. ഇതാണ് എക്സ്ഹലേഷൻ സമയത്ത് നടക്കുന്നത്. മനസ്സിലായോ? അടുത്ത വേറൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ആൻസർ തന്നെയാണ് ഇവിടെ എഴുതാനുള്ളത്. വാട്ട് ഹാപ്പൻസ് ടു ദ ഡയഫ്രം ഡ്യൂറിങ് ഇൻഹലേഷൻ ആൻഡ് എക്സ്ഹലേഷൻ. ഇൻഹലേഷൻ സമയത്തും എക്സ്ഹലേഷൻ സമയത്തും ഡയഫ്രത്തിന് എന്താണ് സംഭവിക്കുന്നതെന്ന് നമ്മൾ നേരത്തെ എഴുതിയില്ലേ? ആ പാരഗ്രാഫ് അങ്ങ് എഴുതി വെച്ചാൽ മതി. ഡ്യൂറിങ് ഇൻഹലേഷൻ ദ ഡയഫ്രം കോൺട്രാക്ട്സ് ആൻഡ് ഫ്ലാറ്റൻസ്. ഇൻഹലേഷൻ സമയത്ത് ഡയഫ്രം കോൺട്രാക്ട് ചെയ്യുന്നു, ചുരുങ്ങുന്നു. ഫ്ലാറ്റൻസ് ചെയ്യുന്നു, അത് നിവരുന്നു. ദിസ് ഇൻക്രീസ് ദ വോളിയം ഓഫ് thoracic cavity. thoracic cavityയിലെ വോളിയം ഇൻക്രീസ് ആവുന്നു. ദ അറ്റ്മോസ്ഫിയർ എയർ എൻറ്റേഴ്സ് ഇൻ ടു ദ ലങ്സ്. അത് ലങ്സിൽ എത്തിച്ചേരുന്നു. ആൻഡ് ദ ലങ്സ് എക്സ്പാൻഡ്. അപ്പോൾ ലങ്സ് എക്സ്പാൻഡ് ആവുന്നു.
ഇനി ഇത്രയാണ് ഇൻഹലേഷൻ സമയത്ത്. ഇനി ഡ്യൂറിങ് എക്സ്ഹലേഷൻ സമയത്ത് എന്താ സംഭവിക്കുന്നത്? ദ ഡയഫ്രം റിലാക്സ് ആവുന്നു. ആൻഡ് ബോത്ത് ദ ഡയഫ്രം ആൻഡ് ദ ലങ്സ്, ഡയഫ്രം ലങ്സും എങ്ങോട്ട് പോകുന്നു? റിട്ടേൺ ടു ദ പ്രീവിയസ് പൊസിഷനിലോട്ട് പോകുന്നു. അതായത് ലങ്സ് ചുരുങ്ങുന്നു, ഡയഫ്രം പഴയ പൊസിഷനിലോട്ട്, അതായത് ഒരു ബോ ഷേപ്പിലോട്ട് വളഞ്ഞ് വരുന്നു. നിവർന്നിരുന്ന ഡയഫ്രം ബോ ഷേപ്പിലോട്ട് വളയുന്നു. അതാണ് അതിൻ്റെ പ്രീവിയസ് പൊസിഷനിലോട്ട് പോയത്. അപ്പോൾ എന്ത് ചെയ്യുന്നു? തൊറാസിക് ക്യാവിറ്റിയിലുള്ള വോളിയം ഡിക്രീസ് ആവുന്നു. അവിടെ ഇപ്പോൾ വോളിയം ഉണ്ടോ? ഇല്ല. അപ്പം നമ്മുടെ വായുവിന്, എയറിന് ഇരിക്കാൻ അവിടെ സ്ഥലമില്ല. അപ്പോൾ എയർ എന്ത് ചെയ്യുന്നു? ദ എയർ ഫ്രം ദ ലങ്സ് മൂവ്സ് ഔട്ട്. ലങ്സിൽ നിന്ന് എയർ എന്ത് ചെയ്യുന്നു? പുറത്തേക്ക് പോകുന്നു. അതാണ് എക്സ്ഹലേഷൻ സമയത്ത് സംഭവിക്കുന്നത്. ഇനി വെൻ ഡസ് തൊറാസിക് ക്യാവിറ്റി ഇൻക്രീസ് ഇൻ വോളിയം ഡ്യൂറിങ് ഇൻഹലേഷൻ ഓർ എക്സ്ഹലേഷൻ? എപ്പോഴാണ് തൊറാസിക് ക്യാവിറ്റിയിൽ വോളിയം ഇൻക്രീസ് ആവുന്നത്? എക്സ്ഹലേഷൻ സമയത്താണോ ഇൻഹലേഷൻ സമയത്താണോ? ഇൻഹലേഷൻ സമയത്തല്ലേ നമ്മുടെ ഡയഫ്രം എന്ത് ചെയ്യുന്നത്? ഡയഫ്രം കോൺട്രാക്ട് ചെയ്ത് അത് ഫ്ലാറ്റൻ ആവുന്നത്. അപ്പോൾ ആ സമയത്തല്ലേ തൊറാസിക് ക്യാവിറ്റിയിലെ വോളിയം ഇൻക്രീസ് ആവുന്നത്? അതേ സമയമാണ് ഇൻഹലേഷൻ. അപ്പോൾ ആൻസർ എന്താണ്? ഇൻഹലേഷൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോളൂ. വാട്ട് ഈസ് റെസ്പിറേറ്ററി ട്രാക്ട്? എന്താണ് റെസ്പിറേറ്ററി ട്രാക്ട് എന്ന് പറഞ്ഞാൽ? എയർ എൻട്രിങ് ത്രൂ ദ നോസ്ട്രിൽസ് വഴി അകത്ത് കടക്കുന്ന എയർ റീച്ചസ് ആൽവിയോളൈ ഓഫ് ദ ലങ്സിൻ്റെ ആൽവിയോളയിൽ എത്തിച്ചേരുന്നു. ആണല്ലോ, എത്തിച്ചേരുന്നുണ്ട്. ഓക്കെ, അതറിയാലോ. ഇനി അടുത്ത സെൻറ്റൻസ് എന്താ പറയുക? റെസ്പിറേറ്ററി ട്രാക്ട് എന്ന് പറയുന്നത് ഇസ് ദ എയർ പാസേജ്, എയറിൻ്റെ ഒരു പാസേജ് ആണ് ഫ്രം നോസ്ട്രിൽസ് ടു ലങ്സ്. നോസ്ട്രിൽസിൽ നിന്ന് ലങ്സിലോട്ടുള്ള എയറിൻ്റെ പാസേജ് ആണ് എന്താ പറയുന്നത്? റെസ്പിറേറ്ററി ട്രാക്ട്. അപ്പം മൂക്കിൽ കയറുന്നു, അത് കഴിഞ്ഞിട്ട് അത് മൂക്ക് വഴി വേറെ പല സ്ഥലത്തൂടെ സഞ്ചരിച്ചാണ് ആൽവിയോളയിൽ എത്തിച്ചേരുന്നത്. അതിൻ്റെ ഫിഗറാണ് ഇതാ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള ഓരോ ഓർഗൻസും ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ടെക്സ്റ്റിലുള്ള ഫിഗറാണ്, നിങ്ങൾ ടെക്സ്റ്റ് നോക്കണം കേട്ടോ. അപ്പോൾ റെസ്പിറേറ്ററി ട്രാക്ട് എന്ന് മനസ്സിലായോ എന്താണെന്ന്? റെസ്പിറേറ്ററി ട്രാക്ട് ഇസ് ദ എയർ പാസേജ്, എയറിൻ്റെ ഒരു പാസേജ് ആണ്. എവിടെ നിന്ന് എവിടെ വരെ? ഫ്രം നോസ്ട്രിൽസ് ടു ലങ്സ്, നോസ്ട്രിൽസ് മുതൽ ലങ്സ് വരെ. അടുത്ത കംപ്ലീറ്റ് ദ ഫ്ലോ ചാർട്ട് ഓഫ് ദി റെസ്പിറേറ്ററി ട്രാക്ട് യൂസിങ് ഇൻഡിക്കേറ്റേഴ്സ്. താഴെ കുറച്ച് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ട് റെസ്പിറേറ്ററി ട്രാക്റ്റിൻ്റെ ഫ്ലോ ചാർട്ട് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ നേരത്തെ കാണിച്ച ഫിഗറില്ലേ, അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് എഴുതാൻ പറ്റും. ഇവിടെ ഇൻഡിക്കേറ്റേഴ്സ് ആൽവിയോളസ്, ട്രക്കിയ, ബ്രോങ്കിയോൾസ്, നോസ്ട്രിൽസ്, ബ്രോങ്കായി. ഫസ്റ്റ് എവിടെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു നോസ്ട്രിൽസ് അല്ലേ? നോസ്ട്രിൽസ്, ലാസ്റ്റ് ആൽവിയോളായി. അപ്പോൾ നോസ്ട്രിൽസ്, ദെൻ ട്രക്കിയ, പിന്നെ ബ്രോങ്കായി, ബ്രോങ്കിയോൾസ്, ആൽവിയോളസ്. നോസ്ട്രിൽസ്, ട്രക്കിയ, ബ്രോങ്കായി, ബ്രോങ്കിയോൾസ്, ആൽവിയോളസ്. ഇവിടെ കണ്ടോ? ഫസ്റ്റ് നോസ്ട്രിൽസ്, അതിൻ്റെ തൊട്ട് താഴെ ട്രക്കിയ കണ്ടോ? അതിൻ്റെ താഴെ ബ്രോങ്കായി, ദെൻ ബ്രോങ്കിയോൾ, ദെൻ ആൽവിയോളായി. ഡയഫ്രം ഇതിലില്ല, ഡയഫ്രം താഴെയുള്ള ഒരു മസിൽ വോളാണ്. ഇനി റൈറ്റ് ദ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ഇൻഹലേഷൻ. ഇൻഹലേഷൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസ് എന്താണെന്ന്? ഇൻഹലേഷൻ, ദ ഡയഫ്രം കോൺട്രാക്ട്സ് ആൻഡ് ഫ്ലാറ്റൻ സ്ലൈറ്റ്ലി. അത് നമ്മൾ നേരത്തെ ഒരുപാട് തവണ 2 വട്ടം പറഞ്ഞതാണ്, വീണ്ടും ഒന്നും കൂടെ കൊടുത്തിട്ടുണ്ട്. ഡയഫ്രം കോൺട്രാക്ട് ചെയ്യുന്നു ആൻഡ് ഫ്ലാറ്റൻ സ്ലൈറ്റ്ലി, എന്നിട്ട് അത് സ്ലൈറ്റായിട്ട് നിവരുന്നു. അപ്പോൾ റിബ് കേജ് ലിഫ്റ്റ് അപ്വാർഡ്സ്. അപ്പോൾ റിബ് കേജ് ഉണ്ടല്ലോ, റിബ് കേജ് എന്ന് പറയുമ്പം അറിയാലോ, വാരിയെല്ലിൻ കൂടിനെയാണ് റിബ് കേജ് എന്ന് പറയുന്നത്. അപ്പോൾ റിബ് കേജ് ലെഫ്റ്റ് അപ്വാർഡ്സ്, അത് ലിഫ്റ്റ് അപ്വാർഡ്സ്, മുകളിലോട്ടൊന്ന് ഉയരുന്നു. നിങ്ങൾ ശ്വാസം ഇങ്ങനെ അകത്തോട്ടെടുത്ത് നോക്കുക, അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. റിബ് കേജ് ലിഫ്റ്റ് അപ്വാർഡ്സ്, റിബ് കേജ് മുകളിലേക്കൊന്ന് ഉയരുന്നു. അപ്പോൾ വോളിയം ഓഫ് ദി തൊറാസിക് ക്യാവിറ്റി എന്ത് ചെയ്യുന്നു? ഇൻക്രീസ്. തൊറാസിക് ക്യാവിറ്റിയിലെ വോളിയം ഇൻക്രീസ് ആവുന്നു. അപ്പം ദ ലങ്സ് എക്സ്പാൻഡ്. അപ്പം ലങ്സ് എന്ത് ചെയ്യുന്നു? എക്സ്പാൻഡ് ചെയ്യുന്നു. അറ്റ്മോസ്ഫിയറിക് എയർ എൻറ്റേഴ്സ് ദ ലങ്സ്. അപ്പം അറ്റ്മോസ്ഫിയറിലുള്ള എയർ നമ്മുടെ ലങ്സിലോട്ട് എൻ്റർ ചെയ്യുന്നു, ലങ്സിൻ്റെ അകത്തോട്ട് പോകുന്നു. മനസ്സിലായോ ഇൻഹലേഷനിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത്? ഡയഫ്രം കോൺട്രാക്ട്സ് ആൻഡ് ഫ്ലാറ്റൻസ്. ഡയഫ്രം കോൺട്രാക്ട് ചെയ്യുന്നു, ഫ്ലാറ്റൻ ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? റിബ് കേജ് ലിഫ്റ്റ് അപ്വാർഡ്സ്, റിബ് കേജ് അപ്വാർഡ്സിലോട്ട് ലിഫ്റ്റ് ചെയ്യുന്നു. അപ്പോൾ വോളിയം ഓഫ് തൊറാസിക് ക്യാവിറ്റി ഇൻക്രീസ് ആവുന്നു, ലങ്സ് എക്സ്പാൻഡ് ആവുന്നു, അറ്റ്മോസ്ഫിയറിക് എയർ എൻറ്റേഴ്സ് ഇൻ ടു ദ ലങ്സ്. അതായത് ടെസ്റ്റിലുള്ള ഫിഗറാണ്. ആ ബ്ലൂ കളറിൽ ഫസ്റ്റ് കൊടുത്തേക്കുന്ന ആളാണ് ഇൻഹലേഷൻ ചെയ്യുന്ന ആൾ അല്ലേ? ഉച്ഛ്വാസവായു അകത്തേക്ക് എടുക്കുന്നു. അപ്പോൾ നമ്മുടെ ഡയഫ്രം കണ്ട, ഡയഫ്രം ഫ്ലാറ്റൻ ആവുന്നു, അത് കോൺട്രാക്ട് ചെയ്യുന്നു അല്ലേ? പിന്നെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? തൊറാസിക് ക്യാവിറ്റിയിൽ വോളിയം ഇൻക്രീസ് ആവുന്നു. അപ്പം നമ്മുടെ ലങ്സ് എക്സ്പാൻഡ് ആവുന്നു, അപ്പോൾ എയർ അകത്തോട്ട് കയറുന്നു. അടുത്തത് എക്സ്ഹലേഷൻ. എക്സ്ഹലേഷനിൽ എന്താ സംഭവിക്കുന്നത് നോക്കാം. ദ ഡയഫ്രം റിട്ടേൺസ് ടു ദ പ്രീവിയസ് സ്റ്റേറ്റ്. ഡയഫ്രം പ്രീവിയസ് സ്റ്റേറ്റിലോട്ട് റിട്ടേൺ ചെയ്യുന്നു. ആൻഡ് റിബ് കേജ് മൂവ്സ് ഡൗൺ. അപ്പം ലിഫ്റ്റ് അപ്വാർഡ്സിലോട്ട് പോയ റിബ് കേജ് മൂവ്സ് ഡൗൺ, താഴേക്ക് മൂവ് ചെയ്യുന്നു.
അപ്പോൾ വോളിയം ഓഫ് ദി thoracic cavity ഡിക്രീസസ്. thoracic cavityയുടെ വോളിയം ഡിക്രീസ് ചെയ്യുന്നു. ആൻഡ് ദ ലങ്സ് കോൺട്രാക്ട്. അപ്പോൾ ലങ്സ് എന്ത് ചെയ്യുന്നു? കോൺട്രാക്ട് ചെയ്യുന്നു, ചുരുങ്ങുന്നു. അപ്പം ലങ്സ് ചുരുങ്ങുമ്പം അതിൻ്റെ അകത്തിരിക്കുന്ന എയർ എന്ത് ചെയ്യുന്നു? എയർ ഫ്രം ദ ലങ്സ് മൂവ്സ് ഔട്ട്. അപ്പം അവിടെ ഇരിക്കുന്ന എയർ ഉണ്ടല്ലോ, ലങ്സിലിരിക്കുന്ന എയർ പുറത്തേക്ക് പോകുന്നു. മനസ്സിലായോ? എക്സ്ഹലേഷൻ, ഇൻഹലേഷൻ. എക്സ്ഹലേഷൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇൻഹലേഷൻ. ഇൻഹലേഷൻ്റെ നേരെ ഓപ്പോസിറ്റാണ് എക്സ്ഹലേഷൻ. അപ്പോൾ ഒരെണ്ണം പഠിച്ചാൽ അടുത്തത് നമുക്ക് എഴുതാൻ എളുപ്പമാണ്. ഇനി ആ ഫിഗർ നമുക്ക് നോക്കാം. ഇവിടെ റെഡ് കളറിൽ റൈറ്റ് സൈഡിൽ കാണുന്ന മനുഷ്യനാണ് എക്സ്ഹേൽ ചെയ്യുന്നത്. കണ്ടോ? പുറത്തോട്ട് പോവുകയാണ്. ആ ഡയഫ്രം കണ്ടോ? ഡയഫ്രം പൂർവ്വസ്ഥിതിയിലായി. അതുപോലെ നമ്മുടെ ലങ്സും പൂർവ്വസ്ഥിതിയിലായി. അപ്പോൾ ലങ്സൊക്കെ കോൺട്രാക്ട് ചെയ്തു. അപ്പോൾ എന്ത് ചെയ്യുന്നു? ആ എയർ അവിടെ ഇരിക്കാൻ പറ്റാതെ പുറത്തേക്ക് ഒരൊറ്റ ഓട്ടം വെച്ച് കൊടുത്തു അല്ലേ? നെക്സ്റ്റ്, ഒബ്സർവ് ദ ടേബിൾ ഷോയിങ് ദ ലെവൽസ് ഓഫ് വേരിയസ് കമ്പോണൻസ് ഇൻ ദ ഇൻഹേൾഡ് ആൻഡ് എക്സ്ഹേൾഡ് എയർ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഇൻഹേൾഡ് എയറിലും എക്സ്ഹേൾഡ് എയറിലും നമ്മുടെ ഉച്ഛ്വാസവായുവിലും നിശ്വാസവായുവിലും അടങ്ങിയിട്ടുള്ള വേരിയസ് കമ്പോണൻസിൻ്റെ വാല്യൂ ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാതെ എന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതിന് ആൻസർ ചെയ്തണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇൻഹേൾഡ് എയർ ആൻഡ് എക്സ്ഹേൾഡ് എയർ രണ്ട് ടേബിൾ കണ്ടോ? ഇൻഹേൾഡ് എയറിലുള്ള ഓക്സിജൻ്റെ അളവ് എത്രയാണ്? 21%. ഇൻഹേൾഡ് എയറിലുള്ള ഓക്സിജൻ്റെ അളവ് എത്രയാണ്? 21%. എക്സ്ഹേൾഡ് എയറിലുള്ള ഓക്സിജൻ്റെ അളവ് എത്രയാണ്? 15%. കാരണം നമ്മൾ ഓക്സിജൻ ഇൻടേക്ക് എടുക്കുമ്പോൾ അത് നമ്മുടെ ശരീരം യൂട്ടിലൈസ് ചെയ്യും. കുറച്ച് ഓക്സിജനൊക്കെ നമ്മുടെ ശരീരം യൂട്ടിലൈസ് ചെയ്യും. അപ്പം എക്സ്ഹേൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പുറത്തോട്ട് വിടുമ്പോൾ ഓക്സിജൻ്റെ അളവ് കുറയും. എടുക്കുന്നത് 21%, പക്ഷേ പുറത്തോട്ട് വിടുന്ന എത്ര ശതമാനമേ ഉള്ളൂ? 15% ഉള്ളൂ. ബാക്കി നമ്മുടെ ശരീരം യൂട്ടിലൈസ് ചെയ്യും കേട്ടോ. ഇനി കാർബൺ ഡൈ ഓക്സൈഡ്. അടുത്തെന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡ് ഇൻടേക്ക് എടുക്കുമ്പോൾ എത്രയാണ്? നമ്മുടെ അന്തരീക്ഷത്തിൽ എത്ര കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്? എത്രയാണ്? 0.04%. അതാണ് നമ്മുടെ അന്തരീക്ഷത്തിൽ എയറിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ്. എന്നാൽ പുറത്തോട്ട് വിടുമ്പോൾ അത് എത്രയാവും? 4% ആവും. ആ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് എന്തായി? കൂടിയില്ലേ? 0.04%-ൽ നിന്ന് 4%-ലോട്ട് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടി. എന്തുകൊണ്ടാണ്? നമ്മുടെ ശരീരത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡും കൂടെ ഇതിൻ്റെ കൂടെ പുറത്തോട്ട് വിടുന്നു. കാർബൺ ഡൈ ഓക്സൈഡ് നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ല. നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് നമുക്ക് ഓക്സിജനാണ് ആവശ്യമുള്ളത്. അപ്പോൾ ഓക്സിജൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് നമ്മുടെ ശരീരത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉൽപ്പാദിപ്പിക്കുന്നു. ഈ കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് പുറത്തോട്ട് കളയണം. അപ്പോൾ പുറത്തോട്ട് വിടുന്ന എയറിൽ കൂടിയാണ് ആ കാർബൺ ഡൈ ഓക്സൈഡ് കളയുന്നത്. അപ്പോൾ എന്താ? ഈ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടും. അപ്പോൾ ഇൻഹേൾഡ് എയറിൽ 0.04%, എക്സ്ഹേൾഡ് എയറിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് എന്ന് പറയുന്നത് 4%. മനസ്സിലായോ? ഇനി നൈട്രജൻ ആണെങ്കിലോ 78%. പുറത്തോട്ട് വിടുന്നത് 78%. അത് നമുക്ക് ആവശ്യമില്ലാത്ത സാധനമാണ്. പിന്നെ മോയ്സ്ചർ നമ്മുടെ ഈർപ്പം അന്തരീക്ഷത്തിലുള്ള എത്രയാണ്? 0.96% ആണ് ഇൻടേക്ക്. പുറത്തോട്ട് വിടുന്നത് 3%. 0.96% എടുക്കുന്നു, 3% പുറത്തോട്ട് വിടുന്നു. മനസ്സിലായല്ലോ? ഇനി നമുക്ക് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇസ് ദ ലെവൽ ഓഫ് ഓൾ കമ്പോണൻസ് ഇൻ ഇൻഹേൾഡ് ആൻഡ് എക്സ്ഹേൾഡ് എയർ ദ സെയിം? നമ്മുടെ ഇൻഹേൾഡ് എയറിലും എക്സ്ഹേൾഡ് എയറിലും അടങ്ങിയിട്ടുള്ള എല്ലാ കമ്പോണൻസും സെയിം ആണോ എന്ന്? നോ, അല്ലല്ലോ. എൻ്റെ അടുത്തുള്ള ക്വസ്റ്റ്യൻ നോക്കിയല്ലോ. വിച്ച് ഓഫ് ദി കമ്പോണൻസ് ആർ ഇൻ ഹയർ ലെവൽ ആൻഡ് ലോവർ ലെവൽ ഇൻ എക്സ്ഹേൾഡ് എയർ ദാൻ ഇൻ ഇൻഹേൾഡ് എയർ? ഇതിൽ താഴെ പറയുന്നതിൽ ഏത് കമ്പോണൻ്റ് ആണ് ഹയർ ലെവലിലും ലോവർ ലെവലിലും ഉള്ളത്? ഇൻഹേൾഡ് എയറിനെ കാട്ടിയും കൂടിയത് ഏതാണ്, കുറഞ്ഞത് ഏതാണെന്ന് നമ്മൾ എയർ ഇൻഹേൽ ചെയ്യുമ്പോൾ ഉള്ള കമ്പോണൻറ്റിൻ്റെ പെർസെൻറ്റേജ് കൂടിയത് ഏതിനാണ്, കുറഞ്ഞത് ഏതിനെന്നാണ് ഇവിടെ ക്വസ്റ്റ്യൻ. ഹയർ ലെവൽ ഏതാ? കാർബൺ ഡൈ ഓക്സൈഡും മോയ്സ്ചറും. അത് രണ്ടും കൂടി അല്ലേ? അകത്തോട്ട് എടുത്തത് കാർബൺ ഡൈ ഓക്സൈഡ് 0.04%, പുറത്തോട്ട് വിട്ടത് 4%. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് പുറത്തോട്ട് പോയത് കൂടിയില്ലേ? അതുപോലെ മോയ്സ്ചർ ആണെങ്കിൽ 0.96 ആണ് എടുത്തത്, പുറത്തോട്ട് വിട്ടത് 3%. അപ്പോൾ അതും കൂടുതലല്ലേ പുറത്തോട്ട് പോയത്? അതാണ് ഹയർ ലെവലിലായത്. ഏതൊക്കെയാണ്? കാർബൺ ഡൈ ഓക്സൈഡും മോയ്സ്ചറും. ഇനി ലോ ലെവലിലായത് ഓക്സിജൻ എത്രയാണ് എടുത്തത്? 21% എടുത്തു, പക്ഷേ പുറത്തോട്ട് വിട്ടത് എത്രയാണ്? 50%. 15% കേട്ടോ. 15% ആണ് പുറത്തോട്ട് വിട്ടത്. വിച്ച് ഗ്യാസ് ഈസ് യൂട്ടിലൈസ്ഡ് ബൈ അസ് ഇൻ റെസ്പിറേഷൻ? റെസ്പിറേഷനിൽ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്ന ഗ്യാസ് ഓക്സിജൻ. വാട്ട് ഫസ്റ്റ് എയ്ഡ് ഷുഡ് ബി ഗിവൺ വെൻ ഫുഡ് ഗെറ്റ് സ്റ്റക്ക് ഇൻ ദ ട്രക്കിയ? ട്രക്കിയയിൽ നമ്മുടെ ഫുഡ് സ്റ്റക്കായിട്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ഫസ്റ്റ് എയ്ഡാണ് എടുക്കാനുള്ളതെന്ന്? ഇഫ് ദ ഫുഡ് ഈസ് സ്റ്റക്ക് ഇൻ ദ ട്രക്കിയയിൽ ഫുഡ് സ്റ്റക്ക് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് പേഴ്സൺ ഷുഡ് ബി ആസ്ക്ഡ് ടു കഫ് ഫോഴ്സ്ഫുള്ളായിട്ട് ശക്തി എടുത്ത് ചുമയ്ക്കാൻ നമ്മൾ ആവശ്യപ്പെടണം. വിത്ത് ദ ഫോഴ്സ് ഓഫ് കഫ്, ഈ ചുമക്കുന്നതിൻ്റെ ശക്തി കാരണം ദ ഫുഡ് വിൽ ബി ഇജക്റ്റഡ്, ഫുഡ് ഇജക്റ്റ് ആവുന്നു, പുറത്തോട്ട് പോകുന്നു. ഓക്കെ, അത് ഒന്നാമത്തെ കാര്യം. ശക്തിയായിട്ട് ചുമയ്ക്കുക, അതാണ് ഒന്നാമത്തെ കാര്യം. എന്താണ്? ഫോഴ്സ്ഫുള്ളി കഫ്,
അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, കീപ് ദ പേഴ്സൺ ഹു ഹാസ് ഡിഫിക്കൽറ്റി ഇൻ ബ്രീത്തിങ്ങിന് ഡിഫിക്കൽട്ട് അനുഭവപ്പെടുന്ന പേഴ്സണിനെ നമ്മൾ ഇനി സ്ലൈറ്റ്ലി ബെൻഡ് പൊസിഷൻ, നമ്മൾ എന്ത് ചെയ്യുന്നു, അവർ സ്ലൈറ്റ് ആയിട്ട് കുറച്ച് പൊസിഷൻ, അവരുടെ പൊസിഷൻ ബെൻഡ് ചെയ്യണം, എന്താണ്, വളയ്ക്കണം. വിത്ത് ബോത്ത് ദ ഹാൻഡ്സ്, എന്നിട്ട് നമ്മൾ രണ്ട് കൈയും കൊണ്ട് പ്രസ് ഫേംലി ഓൺ ദ അഫക്റ്റഡ് പേഴ്സൺ സ്റ്റൊമക്ക്. ഈ അഫക്റ്റ് ചെയ്ത അല്ലെങ്കിൽ ഈ തൊണ്ടയിൽ ഫുഡ് വന്നിരിക്കുന്ന ഏത് പേഴ്സൺ ആണോ ആ അഫക്റ്റഡ് പേഴ്സൻ്റെ സ്റ്റൊമക്കിൽ നമ്മൾ രണ്ട് കൈയും കൊണ്ട് എന്ത് ചെയ്യണം, പതുക്കെ ഇങ്ങനെ അമർത്തണം, ഫേമായിട്ട് പതുക്കെ ഇങ്ങനെ അമർത്തണം. ഇഫ് നെസസറി റിപ്പീറ്റ് ദിസ് പ്രോസസ് ഫോർ എ ഫ്യൂ മോർ ടൈംസ്. ഈ ആവശ്യമുണ്ടെങ്കിൽ ഈ ഒരു പ്രോസസ്സ് കുറേ വട്ടം റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ വായിൻ്റെ അകത്തുള്ള സാധനം, ഫുഡ് ഐറ്റംസ് പുറത്തോട്ട് പോകും. അടുത്ത ചെയ്യാനുള്ളത്, ഇഫ് ദ അഫക്റ്റഡ് പേഴ്സൺ ഈസ് എ ബേബി. ഇത് സംഭവിച്ചത് ഒരു ബേബിക്കാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്, പ്ലേസ് ദ ബേബി ഫേസ് ഡൗൺ ഓൺ യുവർ ഫോർ ആം. ഈ ബേബിയുടെ ഫേസ് ഉണ്ടല്ലോ, കുഞ്ഞിൻ്റെ ഫേസ് നമ്മുടെ കൈവെള്ളയിൽ ഇങ്ങനെ വയ്ക്കുക, ഫോർ ആമിൻ്റെ ഉള്ളിലോട്ട് വയ്ക്കുക, കമഴ്ത്തി കിടത്തുക. എന്നിട്ട് യുവർ ആം ഷുഡ് ബി റെസ്റ്റിംഗ് ഓൺ യുവർ തൈ. നമ്മുടെ ഈ ആം എന്ന് പറയുന്നത്, നമ്മുടെ കൈ എന്ന് പറയുന്നത് നമ്മുടെ തൊടയുണ്ടല്ലോ, തൊടയിലാണ് റെസ്റ്റ് ചെയ്യാനുള്ളത്. വിത്ത് ദ പാം ഓഫ് യുവർ അതർ ഹാൻഡ്, നമ്മുടെ മറ്റേ കൈയുടെ പാം, കൈപ്പത്തി കൊണ്ട് ഗിവ് ദ ചൈൽഡ് ഫോഴ്സ്ഫുള്ളി ബ്ലോസ് ബിറ്റ്വീൻ ഷോൾഡർ ബ്ലേഡ്സ്. അവരുടെ തോളലുകൾക്കിടയിൽ ശക്തിയായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, തട്ടണം. ഫോഴ്സ്ഫുള്ളായിട്ട് ശക്തിയായിട്ട് തട്ടണം. പ്രൊവൈഡ് മെഡിക്കൽ അറ്റൻഷൻ ഇഫ് നെസസറി. പിന്നെ നമുക്ക് ആ കുട്ടിക്ക് എന്തെങ്കിലും മെഡിക്കൽ അറ്റൻഷൻ, അല്ലെങ്കിൽ ഹോസ്പിറ്റലൈസ്ഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ നമ്മളത് കൊടുക്കുകയും വേണം. ഇങ്ങനെയാണ് ബേബിക്കാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്. അടുത്തത്, ഹൗ ഗ്യാസ് എക്സ്ചേഞ്ച് ടേക്സ് പ്ലേസ് ഇൻ പാരമീസിയം. പാരമീസിയത്തിൽ ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നത് എങ്ങനെയാണെന്ന്. പാരമീസിയം is an aquatic unicellular organism that cannot be seen with the naked eye. ഒരു യൂണിസെല്ലുലാർ ഓർഗാനിസമാണ് പാരമീസിയം. അതുപോലെ അത് അക്വാട്ടിക്, അതായത് ജലജീവിയാണ്. അക്വാട്ടിക് ഓർഗാനിസമാണ് ഏത്, പാരമീസിയം എന്ന് പറയുന്നത്. അതിന് നമുക്ക് നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയില്ല, നഗ്ന നേത്രങ്ങൾ കൊണ്ട് നമുക്ക് കാണാൻ കഴിയില്ല. പാരമീസിയം ടേക്സ് ഇൻ ഓക്സിജൻ ഡിസോൾവ് ഇൻ ദ സറൗണ്ടിങ് വാട്ടർ. അതിൻ്റെ ചുറ്റുമുള്ള വാട്ടറിൽ ഡിസോൾവ് ആയിട്ടുള്ള ഓക്സിജനാണ് പാരമീസിയം എടുക്കുന്നത്. ത്രൂ ദ സെൽ മെംബ്രെയിൻ, ഏത് വഴി, അതിൻ്റെ ശരീരത്തിലുള്ള സെൽ മെംബ്രെയിൻ വഴിയാണ് ഓക്സിജൻ എടുക്കുന്നത്. ആൻഡ് ഗീവ്സ് ഔട്ട് കാർബൺ ഡൈ ഓക്സൈഡ്. എന്നിട്ട് അതിനെ പുറത്തോട്ട് എന്ത് വിടുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തോട്ട് വിടുന്നു. ഇത്രയേ ഉള്ളൂ. വിച്ച് പാർട്ട് ഹെൽപ്സ് ഇൻ റെസ്പിറേഷൻ ഓഫ് എർത്ത് വേംസ്. എർത്ത് വേമിന് റെസ്പിറേഷന് സഹായിക്കുന്ന എന്താണ്, മോയിസ്റ്റ് സ്കിൻ, അതായത് ഈർപ്പമുള്ള ത്വക്ക്. വിച്ച് പാർട്ട് ഹെൽപ്സ് ഇൻ റെസ്പിറേഷൻ ഓഫ് ഫിഷ്. ഫിഷിൻ്റെ റെസ്പിറേഷന് സഹായിക്കുന്നത് ഗിൽസ് ആണ്. വിച്ച് പാർട്ട് ഹെൽപ്സ് ഇൻ ദ റെസ്പിറേഷൻ ഓഫ് ഫ്രോഗ്സ് എന്ന് പറയുന്നത് ആംഫിബിയൻ ആണ്. അതായത് അത് കരയിലും വെള്ളത്തിലും ജീവിക്കാൻ കഴിവുള്ള ജീവിയാണ്. ഏത്, നമ്മുടെ ഫ്രോഗ്. അപ്പോൾ കരയിലായിരിക്കുമ്പോൾ അത് യൂസ് ചെയ്യുന്നത് ലങ്സ് ആണ്. കരയിലായിരിക്കുമ്പോൾ, ലാൻഡിലായിരിക്കുമ്പോൾ അത് യൂസ് ചെയ്യുന്നത് ഏതിന്, ഫോർ ദ റെസ്പിറേഷന് വേണ്ടിയിട്ട്. ആൻഡ് മോയ്സ്റ്റ് സ്കിൻ അണ്ടർ വാട്ടറിലായിരിക്കുമ്പോൾ അത് യൂസ് ചെയ്യുന്ന റെസ്പിറേറ്ററി ഓർഗൻ എന്ന് പറയുന്നത് മോയ്സ്റ്റ് സ്കിൻ, അതായത് ഈർപ്പമുള്ള ത്വക്ക്. അടുത്ത, വിച്ച് പാർട്ട് ഹെൽപ്സ് ഇൻ ദ റെസ്പിറേഷൻ ഓഫ് സ്പൈഡറിൻ്റെ റെസ്പിറേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താ പറയുന്നത്, ബുക്ക് ലങ്സ്. ഫിഗർ ഒക്കെ ഉൾപ്പെടെ ആയിട്ട് നമ്മുടെ ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്, നോക്കണം കേട്ടോ എല്ലാവരും. അടുത്തത്, വാട്ട് ഈസ് റെസ്പിറേഷൻ. എന്താണ് റെസ്പിറേഷൻ? ദ പ്രോസസ് ത്രൂ വിച്ച് ഓർഗാനിസംസ് റിസീവ് ഓക്സിജൻ ഫ്രം ദെയർ എൻവയോൺമെൻറ്റ് ആൻഡ് എലിമിനേറ്റ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് കാൾഡ് റെസ്പിറേഷൻ. നമ്മുടെ ചുറ്റും നിന്ന് ഓക്സിജനെ ഇൻടേക്ക് ചെയ്യുന്നു, ഓക്സിജനെ എടുക്കുകയും റിസീവ് ചെയ്യുകയും കാർബൺ ഡൈ ഓക്സൈഡിനെ എലിമിനേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റെസ്പിറേഷൻ എന്ന് പറയുന്നത്. ഹൗ ഡസ് റെസ്പിറേഷൻ ഒക്കേഴ്സ് ഇൻ പ്ലാന്റ്സ്. പ്ലാന്റ്സിലെ റെസ്പിറേഷൻ നടക്കുന്നത് എങ്ങനെയാണെന്ന്. പ്ലാന്റ്സ് ആൾസോ അബ്സോർബ് ഓക്സിജൻ ഫ്രം ദ അറ്റ്മോസ്ഫിയർ. ഓക്സിജൻ തന്നെയാണ് പ്ലാന്റ്സും അറ്റ്മോസ്ഫിയറിൽ നിന്ന് സ്വീകരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ട്, ഫോർ റെസ്പിറേഷന് വേണ്ടിയിട്ട്. ആൻഡ് റിലീസ് കാർബൺ ഡൈ ഓക്സൈഡ്. അതുപോലെ തന്നെ അത് കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യുന്നു. സ്റ്റൊമാറ്റ ആർ ഫൈൻ പോസ് ഫൗണ്ട് ഇൻ ലീവ്സ്. അതിൻ്റെയൊക്കെ ലീവ്സ് ആൻഡ് ടെൻഡർ സ്റ്റെം, നല്ല ഇളം തണ്ടിലും ലീവ്സിലും ഉള്ള ചെറിയ സുഷിരങ്ങൾ ആർക്ക്, പ്ലാന്റ്സിന്. ഇതുവഴിയാണ് അതിൻ്റെ പേരാണ് സ്റ്റൊമാറ്റ. ദാറ്റ് ഹെൽപ്പ് ഇൻ ഗ്യാസ് എക്സ്ചേഞ്ച് ഇൻ പ്ലാന്റ്സ്. പ്ലാന്റ്സിലെ ഗ്യാസ് എക്സ്ചേഞ്ചിന് ഹെൽപ്പ് ചെയ്യുന്നത് ഈ പറയുന്ന സ്റ്റൊമാറ്റയാണ്. അപ്പോൾ പ്ലാന്റ്സ് റെസ്പിറേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഗ്യാസ് ഏത് എന്ന് ചോദിച്ചാൽ ഓക്സിജൻ ആണ്. എന്നാൽ പ്ലാന്റ്സ് ഫോട്ടോസിന്തസൈസിന് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണത്തിന് യൂസ് ചെയ്യുന്ന ഗ്യാസ്
കാർബൺ ഡൈ ഓക്സൈഡാണ്. മനസ്സിലായോ? കാർബൺ ഡൈ ഓക്സൈഡ് പ്രകാശ സംശ്ലേഷണം അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻടേക്ക് ചെയ്തിട്ട് ഓക്സിജനെയാണ് റിലീസ് ചെയ്യുന്നത്. എന്നാൽ റെസ്പിറേഷൻ സമയത്ത് പ്ലാന്റ്സ് ഓക്സിജൻ ഇൻടേക്ക് ചെയ്യുന്നു, കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തോട്ട് വിടുന്നു. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ ഗ്യാസ് എക്സ്ചേഞ്ചിന് സഹായിക്കുന്ന പ്ലാന്റ്സിൻ്റെ ഓർഗൻ ഏതാണ്? സ്റ്റൊമാറ്റ. അതെവിടെയൊക്കെയാണ് കാണപ്പെടുന്നത്? ലീവ്സിലും പിന്നെ ടെൻഡർ സ്റ്റെംസിലും, ടെൻഡർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇളം തണ്ടിലുമാണ് കാണപ്പെടുന്നത് കേട്ടോ. വിച്ച് ഗ്യാസ് ഡു പ്ലാന്റ്സ് ടേക്ക് ഇൻ ഡ്യൂറിങ് റെസ്പിറേഷൻ സമയത്ത് പ്ലാന്റ്സ് എടുക്കുന്ന ഏത് ഗ്യാസ് ആണ്? ഓക്സിജൻ. നെയിം ദ ഗ്യാസ് റിലീസ്ഡ് ബൈ പ്ലാന്റ്സ് ഡ്യൂറിങ് റെസ്പിറേഷൻ സമയത്ത് റിലീസ് ചെയ്യുന്ന ഗ്യാസ് കാർബൺ ഡൈ ഓക്സൈഡ്. വേർ ഡസ് ഗ്യാസ് എക്സ്ചേഞ്ച് ടേക്സ് പ്ലേസ് ഇൻ പ്ലാന്റ്സ്? പ്ലാന്റ്സിൽ ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? സ്റ്റൊമാറ്റ. വാട്ട് ഈസ് സ്റ്റൊമാറ്റ? എന്താണ് സ്റ്റൊമാറ്റ? സ്റ്റൊമാറ്റ ആർ ഫൈൻ പോർസ്, വളരെ നനുത്ത അല്ലെങ്കിൽ വളരെ ചെറിയ സുഷിരങ്ങൾ, ഫൈൻ ആയിട്ടുള്ള പോർസ്, സുഷിരങ്ങളാണ് സ്റ്റൊമാറ്റ എന്ന് പറയുന്നത്. ഫൗണ്ട് ഇൻ ലീവ്സ് ആൻഡ് ടെൻഡർ സ്റ്റെംസ്. അത് എവിടെയൊക്കെയാണ് കാണപ്പെടുന്നത്? ലീവ്സിലും ടെൻഡർ സ്റ്റെംസിലുമാണ് കാണപ്പെടുന്നത്. ഇറ്റ് ഹെൽപ്സ് ഗ്യാസ് എക്സ്ചേഞ്ച് ഇൻ പ്ലാന്റ്സ്. ഇത് പ്ലാന്റ്സിലെ ഗ്യാസ് എക്സ്ചേഞ്ചിന് സഹായിക്കുന്നു. അപ്പോൾ ഇത്രയായപ്പോൾ നമ്മുടെ ഈ യൂണിറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ലെറ്റസ് സോൾവിങ് ആണ് വേണ്ടത്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തുള്ള വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഒത്തിരി ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ അതെല്ലാം ഉൾപ്പെടുത്തി നമുക്ക് ഒരു 2 വീഡിയോ കൂടി ചെയ്യണം. ഒന്ന് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയ ഒരു വീഡിയോ, പിന്നെ രണ്ടാമത്തത് ഈ പറയുന്ന ലെറ്റസ് സോൾവിങ്ങും ഉൾപ്പെടുത്തിയ ഒരു വീഡിയോ. അപ്പോൾ അത് രണ്ടും കൂടെ ആകുമ്പോൾ ഈ യൂണിറ്റ് കംപ്ലീറ്റ് ആവും കേട്ടോ. താങ്ക്